ഗൈസ്. നല്ലത് എന്ന് കേട്ട് അത് ചീത്തയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, 3-ാം ലോകമഹായുദ്ധം, അതായത് ഒരു തേർഡ് വേൾഡ് വാറിന് ഒരു തിരി കൊളുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മൾ നല്ലത് എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. പക്ഷേ ആ ഇറാൻ ഇന്ന് സ്വന്തം സഹോദര രാജ്യങ്ങളെപ്പോലും, നമുക്ക് തന്നെ അറിയാം, ദുബായ് എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷമായ ഒരു രാജ്യമാണ്. നമ്മുടെ ആൾക്കാർ, ഞാനുൾപ്പെടെ, ഞാൻ തന്നെ 10 വർഷത്തോളം ജീവിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ആ രാജ്യത്തെ പോലും ആക്രമിക്കുന്ന രീതിയിൽ വെറും മ്ലേച്ഛമായ ഒരു രീതിയിലുള്ള പ്രവൃത്തി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഇന്ത്യക്കാർ സുരക്ഷിതർ എന്നാരും വിചാരിക്കരുത്. കാരണം അമേരിക്കൻ ആസ്ഥാനങ്ങൾ എവിടെല്ലാം ഉണ്ടോ, അമേരിക്കൻ പ്രതിനിധികൾ എവിടെല്ലാം ഉണ്ടോ, അവരെയൊക്കെ നോട്ടം വെച്ചാണ് ഇറാൻ്റെ ഇപ്പം മുന്നോട്ടുള്ള നീക്കം. അപ്പം നമ്മൾ ഇന്ത്യയിലാണ്, ഞാൻ കേരളത്തിലാണ്, ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ആരും ചിന്തിക്കണ്ട. ഇറാൻ രണ്ടും കൽപ്പിച്ച് അവരുടെ എല്ലാവിധ പ്രവർത്തന മേഖലകളും സജ്ജമാക്കി എല്ലാ അയൽപ്രദേശങ്ങളെയും, അത് സ്വന്തം സഹോദര രാജ്യങ്ങളെ, ചുറ്റുവട്ടത്തുമുള്ള സഹോദര രാജ്യങ്ങളെപ്പോലും അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങൾ അതിൻ്റെ പേരിൽ അവരാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു തേർഡ് വേൾഡ് വാർ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പം പ്രാർത്ഥിക്കുക ആ തിരി കെടാൻ, അല്ലെങ്കിൽ അത് ലോകം മൊത്തം ചാമ്പലാക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ആ തിരി അണയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കഴിവതും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവുക, മെസ്സേജുകൾ കൈമാറുക. ചിലപ്പോൾ ആരെങ്കിലുടെയും വാക്കുകളായിരിക്കും, ഏതെങ്കിലും വ്യക്തികളുടെ വാക്കുകളായിരിക്കും ചിലപ്പം ഫലമണിയുന്നത്, നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ചിലപ്പം ഏതെങ്കിലും വ്യക്തികളുടെ വാക്കുകളായിരിക്കും ഈ തിരി അണയാൻ കാരണമാകുന്നത്. ഓക്കെ, സോ ഫോളോ ആൻഡ് സ്റ്റോപ്പ് വാർ. നോട്ട് നീഡ് വേൾഡ് വാർ, നോട്ട് നീഡ് വീണ്ടും ഒരു ലോക മഹായുദ്ധം. വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ കാരണം ലോകത്തുള്ള സകല ജനങ്ങളെയും, നമ്മൾ ഇന്ത്യക്കാരാണെന്ന് കരുതി സുരക്ഷിതരാണെന്ന് കരുതണ്ട, ലോകത്തുള്ള സകല രാജ്യങ്ങളെയും ബാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരിയാണ് കൊളുത്തിയിരിക്കുന്നത് ഇറാൻ. സ്വന്തം അയൽ രാജ്യങ്ങൾ, സഹോദര രാജ്യങ്ങളെപ്പോലും ആക്രമിക്കുന്നെങ്കിൽ സൂക്ഷിക്കുക. എല്ലാവരും മെസ്സേജുകൾ കൈമാറുക, പ്രാർത്ഥിക്കുക. മെസ്സേജ് കൈമാറാൻ പറ്റാത്തൊരു പ്രാർത്ഥനയുടെ ഈ തിരി അണയാൻ വേണ്ടി, ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ബായ്.